വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഇവിടെ ഒരു എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഞാൻ ഇപ്പോൾ ഒരു 4 മുട്ടയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ 2 മുട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 അള്ളി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതോടൊപ്പം തന്നെ പഞ്ചസാര 1 സ്പൂണ്. പിന്നെ വേണ്ടത് ഉപ്പ്. ഇവിടെ ഞങ്ങൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് കലക്കിയിട്ടെടുത്തതാണ്. അതൊരു 2 ടീസ്പൂണോളം ഉപ്പുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ വിനാഗിരി, പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് മുട്ടേനെ അടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഇത് 2 മുട്ട കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ്. അതിൻ്റെ കൂടൊപ്പം ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കടുത്ത് ചേർക്കേണ്ടത് ഈ അടിച്ചു കൊണ്ടുവന്ന് ഈ പേസ്റ്റ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇത് നന്നായിട്ട് നമ്മളിതിനെ ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ഇതൊന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഈ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നല്ലൊരു ഈവനിങ് സ്നാക്സാണിത്. അപ്പം ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി അടുത്ത് ഞാൻ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. പിന്നെ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്, ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഈ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്, അല്ലാതെ നമുക്ക് റോസ്റ്റ് ചെയ്യാതെയും ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ബ്രെഡിനകത്ത് വെച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ചീസ് ആവശ്യമുള്ളവർക്ക് ചീസ് വയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചീസാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ അതുകൊണ്ട് ചീസ് വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾ എനിക്ക് 2 കുട്ടികൾക്ക് ചീസാണ് വളരെ അധികം ഇഷ്ടം.
അപ്പോൾ അവർക്ക് ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതലിഷ്ടം. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചീസ് വെച്ച് കൊടുക്കാം, ബ്രെഡ് വെച്ച് കൊടുക്കാം. ഞാനൊന്ന് ചൂടാക്കിയാണ്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പാൻ വെച്ചു, ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുക്കുകയാണ്. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ തടവുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ തന്നെ, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ബട്ടർ തടവി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓയിലാണ്. 2 പേർക്കുണ്ട്, അപ്പോൾ 2 പേർക്കും കൂടി ഒന്ന് ഫിൽ ചെയ്ത് വെച്ചിട്ട് അടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് കീറി ജസ്റ്റ് ചൂടായി വരുന്നുണ്ട്. നമുക്കപ്പോഴത്തേക്കും നല്ലോണം ഒന്ന് ചൂടായിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ചൂടായിട്ടുണ്ട് കല്ല്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്ക് അടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചീസൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാനാണൊന്ന് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കി എടുത്തത്. ചിലർ ഹീറ്റാക്കത്തില്ല, നമ്മൾ സാധാ ബ്രെഡിലാണ് ഇത് വെക്കുന്നത്. ഞാനിതിൽ ചീസും കൂടി വെച്ചത് കൊണ്ടാണ് ഇത് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. താങ്ക് യു.